ജമാല്, ഒരുപക്ഷെ ഇപ്പോഴും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ ആക്രമണത്തിൽ യുദ്ധത്തിന്റെ ഭാഗമാകാത്തതാണ് ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കാത്തത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇറാൻ ആ ഗൾഫിലെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ആക്രമണം നടത്തുന്നതുമില്ല. ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. പക്ഷേ അതിന് ഗൾഫ് രാഷ്ട്രങ്ങൾ വഴങ്ങുന്നില്ല. ഈ യുദ്ധം, സംഘർഷം കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളുകയാണെങ്കിൽ ഏത് തരത്തിലാണ് ഇന്ത്യയെ, കേരളത്തെ ഇത് ബാധിക്കുക? നിലവിൽ അവിടെ എടുത്തിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ലോക കേരള സഭാംഗങ്ങളുടെ യോഗം. അതിലടക്കം വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ രാജ്യത്തെ പ്രവാസി, അതായത് കേരളത്തിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ അതാതിടങ്ങളിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ കാര്യം, അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ളത്, വിസ കാലാവധി കഴിഞ്ഞവരെ നാട്ടിലെത്തിക്കുക, പരീക്ഷയുള്ളവരെ നാട്ടിലെത്തിക്കുക, അതോടൊപ്പം തന്നെ വിവാഹം നിശ്ചയിച്ചവരെ എത്തിക്കുക, അതിനായി നടപടിക്രമങ്ങൾ കൈക്കൊള്ളണമെന്ന്, അത് സംബന്ധിച്ച് തീരുമാനം എടുക്കണമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നിലവിൽ ഇന്നത്തെ ദിവസം ഗൾഫിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഘർഷാവസ്ഥ അവിടെ എങ്ങനെയാണ് ജനങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്നത്? ആദ്യം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെയും ഇറാനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇന്നലെ UAE ഭരണകൂടം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ്. എത്ര നാൾ ആക്രമണം നടന്നാലും അത് നേരിടേണ്ട ശേഷിയും കരുത്തും രാജ്യത്തിനുണ്ട്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങളുടെ ഏകോപനത്തോടെ വ്യോമ ചികിത്സ നടത്തുന്നത് ശക്തമാക്കി. പക്ഷേ സമാധാനം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ചർച്ചകളിലൂടെ ഗണ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം എന്ന ഒരു ആവശ്യം തന്നെയാണ് പൊതുവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രത്യക്ഷമായി ഇറാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാക്കുന്നത്. നിരവധി ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ നടത്തുമ്പോഴും ഒരാക്രമണവും ഒരു പ്രത്യാക്രമണവും ഗൾഫ് രാജ്യങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. അത് മാത്രവുമല്ല, അമേരിക്കയുടെ നിരവധിയായ സൈനിക താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഒരു ആക്രമണം പോലും ഇറാനെതിരെ ഉണ്ടായിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായി. അതിലൊന്ന് കുവൈത്തിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതിൽ ഷെൽഫിലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദുബായിലെ US കോൺസുലേറ്റ് അടച്ചിട്ടുണ്ട്. എത്ര ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾ അടച്ചിട്ടുണ്ട്? എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും US കോൺസുലേറ്റുകൾ അടക്കാൻ ഇന്നലെ തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കൻ എംബസികൾ അടച്ച നിലയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിനിടയിലാണ് അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെ, എംബസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ പകലാണ്. ജമാൽ, അതുപോലെ ഇന്ന് കേരളത്തിലേക്ക് എത്ര വിമാന സർവീസുകൾ ഉണ്ട്? ഏതൊക്കെ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട്? എത്ര ആളുകളെ നാട്ടിലെത്തിക്കാനുള്ള സാധ്യതയുണ്ട്? ഇന്നലെ സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒമാൻ എയർവേസ് അടക്കം സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ്ജെറ്റ് എന്നീ വിമാന സർവീസുകളാണ് ഇന്ത്യയിലേക്ക് ഇന്നും നാളെയുമായിട്ട് സർവീസ് നടത്തുന്നത്. ഇന്ന് എയർ ഇന്ത്യയുടെ 3 വിമാനങ്ങൾ ഇന്ന് ഗൾഫിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മുംബൈയിൽ നിന്ന് ദുബായിലേക്കും ഒരു വിമാനം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മസ്കത്തിൽ നിന്നുള്ള സർവീസുകളാണ് നടത്തുന്നത്. കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് ഈ സർവീസ് തുടരുക. ഇന്ത്യയുടെ 4 വിമാനങ്ങൾ മസ്കത്താണ് സർവീസ് നടത്തുക. അതിൽ മസ്കത്തിൽ ഒരു വിമാനം ഈ സർവീസ് നടത്തും. മസ്കത്ത്, ജിദ്ദ, മദീന, ഏദൻ എന്നീ സർവീസുകളാണ് ഇൻഡിഗോ പുനരാരംഭിക്കുന്നത്. ഇതുകൂടാതെ സ്പൈസത്തിന്റെ വിമാനങ്ങൾ ഉജ്ജയിനിൽ നിന്ന് മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തും. ഇതോടൊപ്പം തന്നെ ചില ചാർട്ടേഡ് വിമാനങ്ങളും, ഈ പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ചില ചാർട്ടേഡ് വിമാനങ്ങളിലും നിരവധിയായ ആളുകൾ നാട്ടിലേക്ക് വരുന്നു. ഇന്നലെയും 3-4 വിമാനങ്ങൾ ചാർട്ടേഡായി നാട്ടിലേക്ക് എത്തിയിട്ട് ഇന്നും അത്തരത്തിലുള്ള വിമാനങ്ങൾ ഉജ്ജയിനിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ വിമാന സർവീസുകൾ പൂർണ്ണമായി ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്താണ് വ്യക്തമാകുന്നത്. പരിമിതമായ രീതിയിൽ മാത്രമാണ് ഇപ്പോൾ വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത്. അതിന് തന്നെ വലിയ ടിക്കറ്റുകൾ കിട്ടാൻ ഏറെ പ്രയാസമുണ്ട്. എന്നാൽ പോലും പരിമിതമായ രീതിയിലെങ്കിലും നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു എന്നത് ഇവിടെ ഉള്ള പ്രവാസി മലയാളികളെ സംബന്ധിച്ച്, പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസം പകരുന്നതാണ്.